സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ ചീഫ് സെക്രട്ടറിയും പോലീസ് മേധാവിയും രാജ്ഭവനിലെത്തി ഗവർണർക്ക് വിശദീകരണം നൽകില്ലെന്ന് മുഖ്യമന്ത്രി. ഗവർണർക്ക് വിളിച്ചു വരുത്താൻ അധികാരമില്ലെന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രി ഗവർണർക്ക് കത്തയച്ചിരുന്നു. എന്നാൽ കാര്യങ്ങൾ ബോധിപ്പിക്കാത്തത് ചട്ടലംഘനമായി കണക്കാക്കുമെന്ന് മുഖ്യമന്ത്രിക്ക് മറുപടി കത്തയച്ചിരിക്കുന്നു ഗവർണർ. അതേസമയം ആരുടെയും ഫോൺ കോളുകൾ അനധികൃതമായി ചോർത്തുന്നില്ലെന്ന PV അൻവർ വിഷയത്തിൽ ഗവർണർക്ക് സർക്കാർ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. സുലേഖ ശശികുമാർ ചേരുകയാണ്. സുലേഖ, DGPയും ചീഫ് സെക്രട്ടറിയും വിളിച്ചു വരുത്താനുള്ള അധികാരം ഗവർണർക്കില്ല എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയിൽ പറയുന്നത്. പക്ഷേ ചട്ടലംഘനമാണ് ആ മറുപടി എന്ന് ഗവർണർ പറയുന്നു. മറ്റെന്ത് കാര്യമാണ് ഗവർണർ ആവശ്യപ്പെടുന്നത്? ഗവർണർ ആവശ്യപ്പെട്ടത് ഇത്തരത്തിൽ മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയെയും അതിനൊപ്പം തന്നെ DGPയെയും വിളിച്ചു വരുത്താനുള്ള അധികാരമുണ്ട്. അത് മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഗവർണർക്ക് കത്തയച്ചിരുന്നു. ഇത്തരത്തിൽ ചീഫ് സെക്രട്ടറിയും DGPയെയും വിളിച്ചത് ചട്ടപ്രകാരമാണെന്നതാണ് ഗവർണർ മുഖ്യമന്ത്രിയെ കത്ത് വഴി അറിയിച്ചിട്ടുള്ളത്. അതിന് മറുപടിയായി ഇപ്പോൾ മുഖ്യമന്ത്രി ഗവർണർക്ക് കത്തയച്ചിട്ടുണ്ട്. ഇത് കൃത്യമായ രീതിയിൽ PV അൻവർ MLA ഉന്നയിച്ച വിഷയം, അതിനൊപ്പം തന്നെ PV അൻവർ MLAക്കെതിരെയും അന്വേഷണം നടക്കുന്നുണ്ട് എന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഗവർണർക്ക് കത്തയച്ചിട്ടുള്ളത്. മറുപടി കത്താണ് അയച്ചിട്ടുള്ളത്. DGPക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചതും അതിനൊപ്പം തന്നെ സ്വീകരിച്ച നടപടികൾ DGPയെ സ്ഥാനത്ത് നിന്ന് മാറ്റിയതടക്കമുള്ള നടപടി രീതിയിൽ വിശദീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഗവർണർക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി കത്ത് നൽകിയിട്ടുള്ളത്. സുജിത് ദാസിനെതിരെ എടുത്ത നടപടിയും കത്തിൽ പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ ആരുടെയും ഫോൺ കോളുകൾ അനധികൃതമായി ചോർത്തുന്നില്ല എന്നുകൂടി ഗവർണർക്ക് സർക്കാർ മറുപടി നൽകിയിട്ടുണ്ട്. ഈ ഗവർണർ നേരത്തെ അയച്ച കത്തിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഗവർണർക്ക് കത്തയച്ചിട്ടുള്ളത്. PV അൻവറിന്റെ ആരോപണത്തെ തുടർന്ന് സർക്കാരിനോട് ഗവർണർ റിപ്പോർട്ട് ചോദിച്ചിരുന്നു. ഈ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഗവർണർ മറുപടി കത്തയച്ചിട്ടുള്ളത്. അതിനൊപ്പം തന്നെ ഈ കത്തിൽ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആരെയും സംരക്ഷിക്കില്ല എന്ന് കൂടി സർക്കാരും അതായത് മുഖ്യമന്ത്രി അറിയിക്കുന്നുണ്ടാവും. അതിനൊപ്പം അത്തരക്കാരും രക്ഷപ്പെടില്ല എന്നുകൂടി കത്തിൽ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. ശരി, സുലേഖ ശശികുമാറാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് വീണ്ടും കത്തയക്കുന്നു ഗവർണർ. ചട്ടലംഘനം എന്നാരോപിച്ചാണ് ഗവർണറുടെ കത്ത്.